ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഈ ഗലാത്യരെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യ മൈനറിലാണ് ഈ ഗലാത്യ സഭ ഉൾക്കൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. AD 49 പൗലോസ് ഈ ഗലാത്യ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇവര് സ്തോത്രം പുരാതന ഫ്രാൻസിലെ ഗോൾ എന്ന സ്ഥലത്ത് നിന്നും BC 3-ാം നൂറ്റാണ്ടിൽ കുടിയേറി പാർത്ത സെൽറ്റിക് വംശജരാണ്. എന്ന് പറഞ്ഞാൽ ജാതീയ ദൈവങ്ങളെയും ജാതീയ ആരാധനകളെയും ഉൾക്കൊണ്ട് അതിൻ്റെ പ്രവർത്തികളിൽ മുന്നോട്ട് പോരുന്നവരാണ്. എന്നാൽ കൃപയാൽ ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയാലും ആത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനത്താലും അവരെ യേശുക്രിസ്തുവിനോട് അടുപ്പിക്കുവാനും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ഗോഡ്. അങ്ങനെ അവര് ദൈവകൃപയിലേക്ക് കടന്നു വന്നു. അവരുടെ നേരത്തെ അനുഷ്ഠിച്ചു വന്ന ആചാര മര്യാദകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായി ആത്മാവിന്റെ ശക്തിയോടെ ദൈവകൃപയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഗലാത്യ പ്രദേശങ്ങളിൽ ആ സഭ രൂപം കൊള്ളുകയാണ്. കാലഘട്ടം അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി. അവർ ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് സ്വർഗീയമാകുന്ന എല്ലാ നല്ല ദാനങ്ങളും ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വളരെ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് കടന്നു പോകുന്നതായ സമയം ആരും അറിയാതെ ചില യഹൂദന്മാർ എന്ന പേരോടുകൂടിയ പ്രിയപ്പെട്ടവർ ഈ സഭയിൽ നുഴഞ്ഞു കയറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് വചനം അല്ലെങ്കിൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദ മതവാദികളാണ്. അവർ ജനനം കൊണ്ട് യഹൂദരല്ല. എന്നാൽ യഹൂദന്മാരുടെ ആചാരങ്ങളും മര്യാദകളും അനുഷ്ഠാനങ്ങളും ന്യായപ്രമാണത്തിന്റെ ചില പ്രവർത്തികളും ഒക്കെ ആചരിച്ചു വരികയും അതിനോടനുബന്ധിച്ച് അതിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല, അവരവരുടെ പ്രവൃത്തിയിൽ അവരവര് പല നന്മകൾ കണ്ടെത്തി അതുമൂലം ചില ഭൗതികമാകുന്ന നേട്ടങ്ങൾ കൊയ്യുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉപായ രൂപേണ ഈ ഗലാത്യ സഭയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ആത്മശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഗലാത്യ സഭകൾ വളരെ പ്രയാസപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവർ ആത്മാവിൽ ആരാധിച്ച് ജഡം കൊണ്ട് അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ ആത്മാവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ മറന്നുകൊണ്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് അവര് പിന്നോട്ട് കാലടിച്ച് പിന്മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നുവെന്നും സ്തോത്രം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സമയത്ത് ഇവരിങ്ങനെ മുന്നോട്ട് പോയാൽ കർത്താവിന്റെ വരവെങ്കിൽ ഇവർ കൈവിടപ്പെട്ടു പോകും. ഇവർ ഇതുവരെ ആരാധിച്ചതും ഇവർ ഇതുവരെ പ്രാർത്ഥിച്ചതും ഇവർ ഇതുവരെ ഉൾക്കൊണ്ടതും പിൻപറ്റിയതുമായ വിശ്വാസം ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും കർത്താവിന്റെ വരവെങ്കിൽ ഇവർ കൈവിടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയ പൗലോസ് അവരെ മടക്കി വരുത്തുവാനായി അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് എഴുതുന്ന ലേഖനമാണ് ഈ ഗലാത്യ ലേഖനം. ഇതിനകത്ത് നമുക്ക് അനേക കാര്യങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും ഉണ്ട്. സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ അത് എല്ലാ വിശ്വാസികൾക്കും ആവശ്യവുമാണ്. എല്ലാ സഭയും ഇതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ആരാധനയെ മുന്നേറുകയും ചെയ്യുവാൻ തക്കവണ്ണം ഗലാത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് പൗലോസ് എഴുതിയ ലേഖനത്തിൽ എങ്ങനെ വായിക്കുന്നു? ഗലാത്യ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ, ആ സഭയുമായി ബന്ധപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർ കർത്താവിന്റെ വരവുകൾ തള്ളപ്പെടുകയും സ്വർഗരാജ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും.
ഒന്നുകൂടെ പറയാം. ഗലാത്യ സഭയുടെ ആരാധന അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ ആ ആരാധനയിൽ മുന്നോട്ട് പോകുന്ന ദൈവമക്കളിൽ പലരും കർത്താവിന്റെ വരവിങ്കൽ തള്ളപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും എന്നുള്ളത് ഒരു വാണിംഗ് ആയി, ഒരു മുന്നറിയിപ്പായി പൗലോസ് അവരെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കാരണവും കാര്യവും എന്താണെന്ന് ഈ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് അതിനാധാരമായി പ്രധാനമായും നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതെങ്ങനെ വായിക്കുന്നു? ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, നൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വായ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. അപ്പോൾ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വീർക്കുത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക നിങ്ങൾക്കൊരു പ്രശ്നമല്ല, പിണക്കവും നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഇതൊക്കെ നിങ്ങൾ എന്നും കേൾക്കുന്നതും ജീവിതത്തിൽ എന്നും പ്രാക്ടീസ് ചെയ്യുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. പിന്നെ ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, അതും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ മദ്യപാനം, വെറുക്കൂത്ത്, പിന്നെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കണ്ടും കേട്ടും ഇത് പലപ്പോഴും പറഞ്ഞും പ്രസംഗിച്ചും കാണാതെ പഠിച്ചും ഇതിപ്പോ ഒരു പ്രാക്ടീസ് ആക്കി തീർന്നിരിക്കുകയാണ്. ഇതൊന്നും ഒരു സാരമില്ല എന്നുള്ള ലെവലിലാണ് നിങ്ങളുടെയൊക്കെ ജീവിതം. പ്രൈസ് ഗോഡ്. പക്ഷേ ഇന്ന് ആലൊരു അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ മരിപ്പിച്ച് ആലൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ആലൊരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകും. അത് എത്ര നാൾ കൊണ്ട് പഠിച്ചെന്നോ, എത്ര നാൾ കൊണ്ട് കാണപ്പാടം പഠിച്ചെന്നോ, എത്ര നാൾ കൊണ്ട് പ്രസംഗിച്ചെന്നോ, എത്ര നാൾ കൊണ്ട് പ്രസംഗം കേട്ടെന്നോ, ഗലാത്യ ലേഖനം 100 പ്രാവശ്യം എഴുതി മനഃപ്പാടമാക്കിയെന്നോ എന്നുള്ളതൊന്നും, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദുർനടപ്പ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
ഹല്ലേലൂയ ജീവിതത്തിൽ നിന്നും മടങ്ങി വരണം. ദൈവത്തോട് ഏറ്റുപറഞ്ഞു മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോവാൻ ഇടയായി തീരും. 2, അശുദ്ധി. ശുദ്ധമില്ലാത്തതൊന്നും തുടരുത്. അശുദ്ധമായതൊക്കെയും വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അശുദ്ധമായത് എന്താണെന്നും അശുദ്ധി എന്താണെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കാലാകാലങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് അശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലാകാത്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ അശുദ്ധി എന്നാൽ എന്താണ് എന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ദൈവം അത് വെളിപ്പെടുത്തി തരും. വാക്കിലെ അശുദ്ധി, പ്രവൃത്തിയിലെ അശുദ്ധി, ചിന്തയിലെ അശുദ്ധി, കൊടുക്കൽ വാങ്കലിലെ അശുദ്ധി, ഇടപാടുകളുടെ അശുദ്ധി, സുഹൃബന്ധത്തിലെ അശുദ്ധി, അതെല്ലാം ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിന് മനസ്സ് വെക്കാതെ അത് സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇനി വേണോ വേണ്ടായോ എന്ന് അവരവര് തീരുമാനിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദുഷ്കാമം. ഹല്ലേലൂയ സ്തോത്രം. ദുഷ്കാമത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഹല്ലേലൂയ വികാരങ്ങൾ, ചിന്തകൾ, ഇച്ഛകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ അടക്കിക്കൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ആലോചന അറിയിക്കുന്നുണ്ട്. അടുത്തത് വിഗ്രഹാരാധന. പ്രൈസ് ഗോഡ്. ദൈവത്തെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തെയാണ് നാം സ്നേഹിക്കേണ്ടത്. ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. അതിനപ്പുറമായി മറ്റുള്ളവരോട് കടപ്പാടുകളുണ്ട്, സ്നേഹമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പലതരത്തിലുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്. എന്നാൽ അവയൊന്നും ആരാധനയായി കണക്കിടുവാൻ ഇടയായി തീരരുത്. മക്കൾ നമ്മുടെ ആരാധനാപാത്രങ്ങളാകരുത്. ധനം നമ്മുടെ ആരാധനാപാത്രങ്ങളാകരുത്. ഹല്ലേലൂയ. ഭർത്താവ് നമ്മുടെ ആരാധനയാകരുത്. ഭാര്യ നമ്മുടെ ആരാധനയാകരുത്. ജോലി നമ്മുടെ ആരാധനയാകരുത്. വിദ്യാഭ്യാസം നമ്മുടെ ആരാധനയാകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭൂമിയിൽ ലഭിക്കപ്പെട്ട എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ആരാധനയ്ക്കായി തീരരുത്. ആരാധിക്കപ്പെടേണ്ടവൻ ഒരുവൻ മാത്രം, നമ്മൾക്കായി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടവൻ, നമ്മൾക്കായി ജീവനെ വെടിഞ്ഞവൻ, തന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അവനെയാണ് നാം ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നൽകി തന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സലിവ് കാണിച്ച പിതാവാകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ സ്വർഗസ്ഥനായ പിതാവിനെ, പുത്രനായ കർത്താവിനെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ, അങ്ങനെ ത്രിയേക ദൈവത്തെ വേണം ആരാധിക്കുവാൻ. അതിനപ്പുറമായി ഹല്ലേലൂയ സ്നേഹത്തിൽ നിന്നും ആ ആരാധനയിൽ നിന്നും എന്തെങ്കിലും അകൽച്ചകൾ വന്നുപോയിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ വിട്ടുള്ള ആരാധന ഹല്ലേലൂയ പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ആരാധന 45% കൊടുത്താൽ പോരാ, 50% കൊടുത്താൽ പോരാ, 75% കൊടുത്താൽ പോരാ. പ്രൈസ് ഗോഡ്. ആരാധന മുഴുവനും ദൈവത്തിനുള്ളതാണ്. അത് ഹല്ലേലൂയ ആരാധിക്കേണ്ടതുപോലെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് വളരെ വ്യക്തമായി ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ആഭിചാരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ ആരും ആഭിചാരം ചെയ്യുന്നവരല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയൊക്കെ ഉള്ളത് ഹല്ലേലൂയ സ്തോത്രം ഈ ആഭിചാരത്തിന് തുല്യമാണെന്ന് നമ്മൾ പഠിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. മത്സരം ആഭിചാരത്തെക്കാൾ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് വേഗത്തിൽ പറയുക, ആരോട് മത്സരിക്കരുത് കേട്ടോ. പ്രൈസ് ഗോഡ്. പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് മത്സരിക്കരുത്. പാട്ടുപാടുന്ന ഒരു കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളോട് മത്സരിക്കരുത്. സ്തോത്രം. നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാം. ദൈവം തന്ന
കഴിവുകൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മൾക്ക് കിട്ടിയ കൃപയ്ക്കൊത്തോണം അത് പ്രദർശിപ്പിക്കാം. പക്ഷേ അത് ആരോടുമുള്ള മത്സരമായി തീരരുത്. നമ്മുടെ ഈ ഇവിടങ്ങളില്ല സ്തോത്രം, നാടിന്റെ പ്രദേശത്തൊക്കെ ഒരു വീട് ഒരാൾ പണിഞ്ഞാൽ, നല്ല വീട്ടിൽ പാർക്കുന്നവര് ആ അയലത്ത് പണിഞ്ഞ വീട് കണ്ടിട്ട് അതിനേക്കാൾ വലിയൊരു വീട് പണിയണം എന്നുള്ള ഒരു ആഗ്രഹം കേറിയാൽ അതൊക്കെ മത്സരത്തിൽ പെടുന്നതാണ്. പോട്ടെ, പ്രൈസ് ലോർഡ്, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ മത്സര ബുദ്ധിയും മത്സര ചിന്താഗതികളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അതും ആഭിചാരം പോലെയാണ്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം ഹല്ലേലൂയ മത്സര ബുദ്ധി ഒഴിവാക്കുക. പ്രൈസ് ഗോഡ്. അടുത്തത് ജഡത്തിന്റെ പ്രവൃത്തികൾ ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, വിഗ്രഹാരാധന, ആഭിചാരം. ഇനി അടുത്തത് പക. പ്രൈസ് ഗോഡ്. പകയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പിണക്കം, പിണക്കത്തെ കുറിച്ചും പറയേണ്ട. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ അതൊക്കെ, പിന്നെന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? ജാരശങ്ക, ഹല്ലേലൂയ സ്തോത്രം, ആരെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ പറയുന്നതോ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ എനിക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത. പിന്നെ ജാരശങ്കയ്ക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ ദൈവാത്മാവിന്റെ പ്രവൃത്തി അല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ദീർഘൂത്ത്, ഇങ്ങനെ ഇത്രയും ഒരു ലിസ്റ്റ് തന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ രണ്ടെണ്ണം കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോ സ്വർഗരാജ്യം നഷ്ടപ്പെടാൻ അത് മതി. ഇത്രയൊക്കെ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് സാരമില്ല എന്ന് തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾക്ക് ചിന്തിക്കാം, എന്റെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളായ ദുർനടപ്പുണ്ടോ, അശുദ്ധി ഉണ്ടോ, ദുഷ്കാമമുണ്ടോ, വിഗ്രഹാരാധനയായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതായ ആരാധനയും ഹല്ലേലൂയ സ്തോത്രം സ്നേഹവും മറ്റ് ഹല്ലേലൂയ വിഭജിച്ചു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു വണ്ടി ഓടണമെങ്കിൽ ഹല്ലേലൂയ എഞ്ചിൻ വേണം, അതിന് ഗിയർ വേണം, അതിന് സ്റ്റിയറിംഗ് വേണം, ബ്രേക്ക് വേണം. ഇതൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല എന്ന് നമ്മൾക്കറിയാം. ടയറിൽ കാറ്റില്ല എങ്കിൽ വണ്ടി ഓടത്തില്ല എന്ന് നമ്മൾക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ബാക്കി എല്ലാം ഉണ്ട്. വണ്ടി ഓടിക്കാനുള്ള കീ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോലും പറ്റത്തില്ല എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് പാപവും അദോഷവും വലിയ വലിയ പ്രശ്നങ്ങളും എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഹല്ലേലൂയ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ഇതുമൂലം അനേകർ ദൈവകൃപ വിട്ടുപോകാൻ ഇടയായിത്തീരും. ഈ പ്രവർത്തനങ്ങൾ ഒരാളിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പകയുണ്ടെങ്കിൽ ആ പക നമ്മൾ മറ്റൊരാളിലേക്കാണ് കൈമാറുന്നത്. പിണക്കമുണ്ടെങ്കിൽ അത് മറ്റൊരാളാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ ജാരശങ്ക, ഹല്ലേലൂയ ക്രോധം, ശാഠ്യം, ഇതെല്ലാം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ദ്വന്ദ്വപക്ഷം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഭിന്നത ജീവിതത്തിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കുടുംബ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അത് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. എന്നിൽ അസൂയ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഫലം മറ്റുള്ളവർക്ക് പല തിക്തമായ രീതിയിൽ അനുഭവപ്പെടും. അത് അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതുമൂലം അനേക പ്രിയപ്പെട്ടവർ വിഷമവും സങ്കടവും അനുഭവിക്കും. നമ്മുടെ ഈ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അനേകർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
അനേകർ ദൈവകൃപ വിട്ടുപോകുവാൻ ഇടയായിത്തീരും. അതിനൂടെ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. ആകയാൽ പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ഹല്ലേലൂയ സ്തോത്രം, ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചനയെ അറിയിക്കുന്നു. ഇത് ഹല്ലേലൂയ സ്തോത്രം ക്രൂശിക്കപ്പെടാതെ, ഇത് കാര്യമായി എടുക്കാതെ, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് ഭവനത്തിലും സഭകളിലും സമൂഹത്തിലും ഒക്കെ ഇടപെടുമ്പോൾ അതിന്റെ തിക്തഫലം അനേകരാണ് അനുഭവിക്കുകയും അനേകരാണ് പിന്മാറിപ്പോവാനിടയായി തീരുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് വേണം? ഹല്ലേലൂയ സ്തോത്രം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പകയുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവൻ അപ്പനോട് പകയാണ്, അമ്മയോട് പകയാണ്, സഹോദരങ്ങളോട് പകയാണ്, അയൽക്കാരോട് പകയാണ്. അത് അങ്ങനെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ പുകയും. അതിന്റെ പ്രതിഫലനം ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അനേകർക്ക് അത് പ്രയാസം ഉണ്ടാകും. അടുത്തത് പിണക്കം. ഹല്ലേലൂയ സ്തോത്രം. പിണങ്ങിയിരിക്കുന്നത് നമ്മൾ അറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിണക്കത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ആ വ്യക്തി ഹല്ലേലൂയ സ്തോത്രം അനേകരിലേക്ക് അത് റേഡിയേറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ മുഖാന്തരം ആർക്കും ഒരു പ്രയാസമോ ഒരു സങ്കടമോ ഒരു ഭാരമോ വരുവാനോ ദൈവകൃപയിൽ നിന്ന് ഒരാൾ അന്യപ്പെട്ടു പോകാനോ ഇടയായി തീരല്ലേ എന്ന് ഹല്ലേലൂയ സ്തോത്രം നാം കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം വായിക്കുന്നത്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ഗലാത്യ സഭയിലേക്ക് കടന്നു വന്ന യഹൂദ പാരമ്പര്യക്കാരായ ന്യായപ്രമാണത്തിലേക്ക് തന്റെ ജനത്തെ വലിച്ചു കൊണ്ടുപോകുന്നതായ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇവരെ ദൈവകൃപയിൽ നിന്നും വലിച്ചിട്ട് കളയുക. ദൈവകൃപയിൽ നിന്നും വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ജഡത്തിന്റെ പ്രവൃത്തികൾ സഭയിൽ വെളിപ്പെടുകയും ആത്മാവിന്റെ പ്രവൃത്തിയിൽ നിന്ന് അവർ അകന്നു പോവുകയും സഭയിൽ ഭിന്നത ഉണ്ടാക്കുകയും സഭ നശിച്ചു പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്യുമെന്ന് അറിയാവുന്നവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം ഈ നുഴഞ്ഞുകയറ്റത്തിൽ കൂടി അവരവിടെ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സഭയിൽ എന്താണ് ആവശ്യം? ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ സ്നേഹമുണ്ടാകും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സഭയിൽ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മോൾ ഒരു കൊച്ചു പാട്ട് പാടി അത് രണ്ടുപേര് തെറ്റിപ്പോയി, സാരമില്ല മോളെ, ഹല്ലേലൂയ, അടുത്ത ആഴ്ചയിൽ നല്ലോണം പാടാം. ആശയം തെറ്റിപ്പോയി. സ്നേഹമുണ്ടെങ്കിൽ പാസ്റ്ററെ കാര്യം ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വിവരിച്ച് തരണേ, അതിനകത്ത് എന്താ പാസ്റ്ററെ ഉദ്ദേശിച്ചത് ഹല്ലേലൂയ എന്നൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ താങ്ങും. പ്രൈസ് ഗോഡ്. അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം അവിടോട്ട് ചെന്നിട്ട് അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ്, അത് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ആശയം അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ ഹല്ലേലൂയ ചെയ്യുന്നത് അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ ഒരിക്കലും സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അമ്മാമ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരാളിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊരാൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കൊച്ചു തെറ്റ് സംഭവിച്ചു. സ്നേഹമുണ്ടെങ്കിൽ അത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അവിടെ ഒരു എടുത്തിയാട്ടമില്ല, അവിടെ ഒരു ചോദ്യമില്ല, അവിടെ ഒരു പറച്ചിലില്ല, അവിടെ ഒരു കൂട്ടിച്ചോദിപ്പില്ല, അവിടെ ഒരു കലഹമില്ല. സ്നേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, തെറ്റുകളെ മറയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം.
കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിന്റെ ഒന്നുമുള്ള വേദഭാഗങ്ങൾ എല്ലാവർക്കും കാണാപ്പാടമാണ്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് അറിയാമോ? സഭയിൽ വെളിപ്പെടാവണ്ണം അതിനെ മറയ്ക്കുന്ന, അതിനെ വേലി കെട്ടുന്ന പോലെ കെട്ടി ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹത്തെ പടിക്ക് പുറത്ത് നിർത്തുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പല സഭകളും സ്തോത്രം വളർച്ചയില്ലാതെ നശിച്ചു പോകുവാനിടയായിത്തീരുന്നത്. അപ്പോൾ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം വേണം. സ്നേഹം എവിടെയുണ്ടോ ഈ സ്നേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരെല്ലാം ഒരു ടീം കണ്ടിട്ടില്ലേ? നമ്മുടെ ടീമായിട്ട് പോകുന്നത്. നല്ല സഭകളാണെങ്കിൽ ആ പാസ്റ്ററും അതിന്റെ ആ പ്രായമാരോ തപ്പച്ചന്മാർ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെല്ലാവരുടെ ഒരേ ആത്മാവിൽ ഒരേ ആത്മാവിൽ ഐക്യതയിൽ ഒരേ അഭിപ്രായത്തോടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്ന് കാലുകുത്തി നോക്കിയേ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. അവിടെ രോഗികൾ ഉണ്ടെങ്കിൽ സൗഖ്യമാകും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. ഇത്രയും പേരുടെ വീട്ടിലോട്ട് ചെന്ന് കാല് കൊത്തുമ്പോൾ തന്നെ ആ വീട്ടിലൊരു വലിയ പ്രകാശവും കൂടെ വ്യാപരിക്കുകയാണ്. സ്നേഹത്തോടെ പോകുമ്പോഴാണ്. സമയമില്ലെങ്കിൽ ഞാൻ ഉണ്ടാകുന്നത് വിവരിക്കാമായിരുന്നു. 8:24 ഇനി 6 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം. സ്നേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷം. സ്നേഹത്തിന്റെ തൊട്ട് പുറകെ ഉണ്ട് സന്തോഷം. സ്നേഹം എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ട്. സന്തോഷവും സ്നേഹവും രണ്ടുപേരും ഉണ്ടെങ്കിൽ സമാധാനം അതിന്റെ തൊട്ടപ്പുറത്തുണ്ടെന്ന്. വീട്ടിലാണെങ്കിലും അങ്ങനല്ലേ? സ്നേഹമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവുകളിൽ എന്തോ ഒരു ഐക്യതയാ. ഭാര്യയുടെ കയ്യിൽ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ ഭർത്താവ് ചാടത്തില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഇച്ചിരി താമസിച്ചു വന്നാൽ ഭാര്യ ചാടത്തില്ല. കരയ്ക്ക് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാൽ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഭർത്താവ് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കത്തില്ല. സാരമില്ലെന്നേ, നാളെ ആക്കാവുന്നേ. നാളെ നമുക്ക് ഒന്നുകൂടെ ശരിയാക്കാം. സ്തോത്രം. അവിടെ എന്തുണ്ട്? അവിടെ സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. സ്നേഹം സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ സമാധാനം ഉറപ്പാണ്. എന്നാൽ ഇന്ന് പലരുടെയും ഏറ്റവും വലിയ പരാതി, അവരുടെ സങ്കടം എന്ന് പറയുന്നത് ഒരു സമാധാനവുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു സമാധാനവുമില്ല. ആരായി സമാധാനക്കേട് ഉണ്ടാക്കുന്നത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു നല്ല ചെയ്ത കർത്താവ്. നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും സമാധാനം നൽകിയിരിക്കുക പറയപ്പെട്ടത്. നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ നമ്മൾ സൂക്ഷിച്ചാൽ നിശ്ചയമായി ആ സമാധാനത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ തന്നെ ചെയ്യും. അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. പരസ്പരം സഹിഷ്ണുത ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്, ഒരു മനസ്സ് ആവശ്യമാണ്, ഒരു അഭിപ്രായം ആവശ്യമാണ്. സ്തോത്രം. ഞാൻ പിടിക്കുന്ന മുയല് രണ്ട് കൊമ്പ് എന്നുള്ള ആ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനവും ഉണ്ടാകില്ല. അപ്പൊ സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇത് 3 പേരുണ്ടെങ്കിൽ പിന്നെ എവരുടെ കൂടെയാണ് ബാക്കി 3 പേര് യാത്ര ചെയ്യുന്നത്? ആരൊക്കെയാണ്? ദീർഘക്ഷമ. സ്തോത്രം. അവിടെ എത്ര നമ്മളെ കോപിപ്പിക്കുന്ന, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ദീർഘക്ഷമയുണ്ടാകും. അടുത്തത്, സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കരുണ തോന്നും എന്ന് പറഞ്ഞാൽ ദയ ഉണ്ടാകുന്നു. ദയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സഹതാപം, ഒരു സഹാനുഭൂതി, ഒരു കരുണ. അദ്ദേഹവും മനുഷ്യനല്ലേ?
അല്ലെങ്കിൽ അവൾ മനുഷ്യ സ്ത്രീയല്ലേ, അല്ലെങ്കിൽ അത് എന്റെ മകനാണെങ്കിൽ ഒരു മനുഷ്യനല്ലേ, എന്റെ മകളാണെങ്കിൽ ഒരു മനുഷ്യനല്ലേ, മനുഷ്യമാകുന്ന വീഴ്ചകളും താഴ്ചകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാകത്തില്ലേ? അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഈ കൊച്ചു കാര്യത്തില് ഇത്രയും പ്രയാസങ്ങൾ, ഇത്രയും ദേഷ്യവും ഇത്രയും കോപമൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം, അല്പം ദയ കാണിക്കാം, അല്പ കരുണ കാണിക്കാം. കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് എന്നോട് ദയ കാണിച്ചതുപോലെ, കർത്താവ് എന്നോട് കരുണ കാണിച്ചതുപോലെ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവിനെ ഓർത്തുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ അല്പം ദയ കാണിക്കാം. അയ്യോ, ദയയില്ലാതെ ഇടപെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ദയയോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദയ ഒരു മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ അവർക്ക് സ്നേഹം ഉണ്ടാകണം, ദൈവത്തോട് സ്നേഹം ഉണ്ടാകണം, മനുഷ്യനോട് സ്നേഹം ഉണ്ടാകണം. ആത്മാവിനെ അനുസരിച്ച് അവർ ജീവിക്കണം. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് സ്നേഹം വെളിപ്പെട്ടു വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദയവുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ഇത്രയും ഉണ്ടെങ്കിൽ പരോപകാരം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കടന്നു വരും. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്ത് ഇങ്ങോട്ട് കിട്ടും? മറ്റുള്ളവനെ ഒപ്പിച്ച് അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എങ്ങനെ എന്റെ പോക്കറ്റിലാകും? അവന്റെ വസ്തുക്കൾ കിടക്കുന്നത് എങ്ങനെ എന്റെ വീട്ടിനകത്തിരിക്കും? അവന്റെ ഹല്ലേലൂയ സ്തോത്രം മൂലക്കല്ല്, ഹല്ലേലൂയ, അവന്റെ ആണിക്കല്ല് എങ്ങനെയാണ് മാറ്റി രണ്ടഞ്ച് വീണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയിടും. പ്രൈസ് ഗോഡ്. അവിടെ ആ വീട്ടിൽ പോകുന്നത് എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഇന്നാലൊരു കാര്യത്തെ വിളിച്ചു, അവിടെ ചെന്നാൽ എനിക്ക് എന്ത് ഇങ്ങോട്ട് കിട്ടും? ഇത് ജഡത്തിന്റെ പ്രവൃത്തികളാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ധൈര്യമുണ്ടെങ്കിൽ പിന്നീട് നമ്മളിൽ വെളിപ്പെടുന്നത് പ്രൈസ് ഗോഡ്. ഇന്നാലെ ഒരു ഫോൺ ചെയ്യണം. ആ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് എന്ത് പറയും? എന്ന സഹോദരിക്ക് ഒരു ഫോൺ ചെയ്യണം, അവളെ വിളിച്ച് എന്ത് പറയണം? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ ഭവനത്തിലേക്ക് ഒന്ന് പോകണം, അവിടെ പോകുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒരാൾ എന്റെ ഭവനത്തിലേക്ക് വരുന്നു, ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ടെന്ത് കൊടുക്കണം? അമ്മാമയുമായി വീട്ടിൽ ഒരു ചായ കൊടുക്കണമോ, അല്ലെങ്കിൽ ഒരു പഴം കൊടുക്കണമോ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു സ്നാക്സ് കൊടുക്കണമോ? പ്രൈസ് ഗോഡ്. ഇന്ന് സഹോദരൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വിശന്നായിരിക്കുമോ വരുന്നത്, അല്ലെങ്കിൽ ദാഹിച്ചായിരിക്കുമോ വരുന്നത് അറിയില്ല. എങ്കിലും വരുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹത്തെ കാണാനാണ് പോകുന്നത്. അവിടെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്നിൽ നിന്ന് അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും? പണമായി കൊടുക്കുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ചെന്ന് സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞ് ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ ബലപ്പെടുത്തുന്ന രണ്ട് വാക്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. വിഷമത്തിലും കഷ്ടത്തിലും സങ്കടത്തിലും രോഗത്തിലും ഭാരത്തിലും മക്കളുടെ വിഷയങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, കടബാധ്യതകൾ, സമൂഹത്തിലെ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, അങ്ങനെ പലതരത്തിലും മനം കലങ്ങിയും ഭാരപ്പെട്ടും വ്യസനിച്ചും പ്രയാസപ്പെട്ടു ഇരിക്കുന്നവരുടെ മധ്യേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അവരുടെയൊക്കെ മധ്യേ ഉപ്പിന്റെ രസം കഴിയുന്നുണ്ടോ? നമ്മൾ പരോപകാരമായി നമ്മൾ അങ്ങോട്ട് ചെലവിടുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ ഇങ്ങോട്ടെന്ത് കിട്ടും, ഇങ്ങോട്ടെന്ത് കിട്ടും? കപടഭക്തർ കൂടിക്കൂടി വരികയാണ്. എന്താണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ? സെൽഫ് സെന്റേഡ്. സെൽഫ് സെന്റേഡ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിതവും വ്യക്തിപരമായ സ്തോത്ര കാര്യങ്ങളും മാത്രം. എന്നാൽ ഒരു വിശ്വാസിക്ക് വേണ്ടത് കപടഭക്തിയല്ല, ആത്മാവിന്റെ ശക്തിയാണ്, ദൈവഭക്തിയാണ്. എന്താണ് ദൈവഭക്തി? ക്രൈസ്തന്റെ യേശു ക്രിസ്തുവിനെ നോക്കിയുള്ള ജീവിതം. യേശു കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു?
യേശുക്രിസ്തു എന്ത് ചെയ്തു, യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു, യേശുക്രിസ്തുവിനെ ഞാൻ എങ്ങനെ പിൻപറ്റുന്നു, യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം എന്നോട് എന്ത് ആവശ്യപ്പെടുന്നു, ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് എന്റെ കർത്താവ് സന്തോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്നിൽ സന്തോഷിക്കുകയും എനിക്ക് ദൈവപ്രസാദം ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ ദാസന്മാരത്രേ. നിങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഇന്ന് രാത്രി ചിന്തിക്കുക. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരോ മനുഷ്യരുടെ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇത്രയും ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ കാണുന്നതാണ് വിശ്വസ്തത. വിശ്വസ്തനായിരിക്കും, സൗമ്യത, സൗമ്യനായിരിക്കും, ഇന്ദ്രിയജയം. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും, നാവിനും, കൈക്കും, കാലിനും, ആലിന്റെ ത്വക്കിനും, ആലിന്റെ മൂക്കിനും, ചെവിക്കും, തൊണ്ടയ്ക്കും ഒക്കെ ഹല്ലേലൂയ ഒരു ജയം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാത്തെയും ജയിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ആത്മനിയന്ത്രണം ഹല്ലേലൂയ അവനിൽ ലഭിക്കും. പ്രൈസ് ഗോഡ്. ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. കർത്താവിന്റെ വരവെങ്കിൽ ചേർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് പിന്നെയും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ കർത്താവിനെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവഹിതമില്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരിക്കൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഗലാത്യ സഭയ്ക്ക് പറ്റിയതുപോലെ പറ്റാതിരിക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ സഭാ ജീവിതത്തിൽ കർത്താവേ ആത്മാവിനെ അനുസരിച്ച് ഭൂമിയുടെ ഉപ്പായി ദൈവത്തിന്റെ പ്രസാദമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇതിന് സാഹചര്യം ഒരുക്കിയ കർത്താവിന് ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഐസക്കിനെയും മറ്റു പ്രിയപ്പെട്ടവർ എല്ലാം ഒരിക്കൽ കൂടി കർത്താവിന് സന്നിധി സമർപ്പിച്ച നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.